സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക സാറയുടെ കഴുത്തിന് ഞെക്കി പിടിച്ചിരിക്കുവാണല്ലോ. എന്നിട്ട് കൈയൊക്കെ എടുത്തിട്ട് സാറയോട് പറയണേണ്, സാറാ മാഡം, നിങ്ങളിത് ഓർമ്മയിൽ വെച്ചേക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എൻ്റെ അമ്മയെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അമ്മയെ ഞാൻ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ തെളിവുകളെക്കുറിച്ച്. തെളിവുകളില്ലാത്തതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോയത്. പക്ഷേ നിങ്ങൾ ചോദിച്ച തെളിവുകളുമായിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അന്ന് നിങ്ങൾക്ക് ഇതുപോലെ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട. അന്നേരം വരൻ പറയണേ, സാറാ മാഡം, നിങ്ങളുടെ കളികളൊക്കെ തീർന്നു. നിങ്ങളുടെ കളികൾക്കുള്ള അവസാനമാണ് ഇനിയും. എല്ലാ കാലത്തും ദൈവം ദുഷ്ടന്മാരുടെ കാര്യങ്ങൾ കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കില്ലല്ലോ. നിങ്ങളുടെ കളികളൊക്കെ അവസാനിച്ചു. വാ രാധികെ. അങ്ങനെ പറഞ്ഞ് വരുൺ രാധികേനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സാറയാണെങ്കിൽ കഴുത്തൊക്കെ വേദനിച്ച് ചുമച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം ചന്ദ്രശേഖരൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് സാറ് ദേഷ്യത്തിൽ പറയണേണ്, ചന്ദ്രശേഖർ, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൾ എൻ്റെ ഓഫീസിലേക്ക് ആ പോലീസുകാരെയും കൂട്ടി കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതിലും വലിയൊരു അപമാനം എനിക്കിനി നേരിടാനില്ല. എന്നോട് ഈ ക്രൂരത കാണിച്ച അവളെ അവളുടെ കുടുംബത്തിനുണ്ടല്ലോ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. ഇതിനവൾക്ക് ഞാൻ മറിച്ച് വലിയൊരു പണം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. നോക്കിക്കോ, അവളുടെ അഹങ്കാരം ഇനി ഉണ്ടാവില്ല. അവൾ കളിച്ചത് ഈ സാറയോടാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അവൾ അനുഭവിക്കണം. അങ്ങനെ പറഞ്ഞ് കാലിതുള്ളി നിൽക്കുവാണ് കേട്ടോ സാറ. പിന്നീട് കാണിക്കുന്നത് ഒരു ആശ്രമം പോലത്തെ സ്ഥലമാണ് കേട്ടോ. അവിടേക്ക് ബെഞ്ചമിൻ ഷാമയും കൂട്ടി എത്തുന്നുണ്ട്. അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങുവാണ് ബെഞ്ചമിൻ. അന്നേരം അവിടുത്തെ ഒരു അന്തേവാസിയായിട്ടുള്ള സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം ആ സ്ത്രീയെ കാണുന്നത് ബെഞ്ചമിൻ ചോദിക്കുന്നുണ്ട്, അത് ശങ്കർജി ഉണ്ടല്ലോ അല്ലേ? ആ, ശങ്കർജി ഉണ്ടല്ലോ. ബെഞ്ചമിനാണോ? ആ അതെ, ശങ്കർജി പറഞ്ഞിരുന്നു ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരാൾ കാണാൻ വരുമെന്ന്. ആളെ കൊണ്ടുവന്നിട്ടില്ലേ? ആ, കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പിടിക്കാവോ? അങ്ങനെ ആ പെൺകുട്ടിയുടെ സഹായത്തോടെ ബെഞ്ചമിൻ ഷാമേനകത്തേക്ക് കൊണ്ടുവരുവാണ്. അതെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നിങ്ങൾ വന്നാരുമെന്ന് സ്വാമിജീനെ അറിയിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടി സ്വാമിജിയുടെ റൂമിൽ പോയി അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ബെഞ്ചമിൻ അരികിലേക്ക് തിരിച്ചെത്തുവാണ്. എന്നിട്ട് ബെഞ്ചമിനും ആ പെൺകുട്ടിയും കൂടി ഷാമേനെ അവരുടെ സ്വാമിജിയുടെ മുമ്പിൽ എടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബെഞ്ചമിൻ ഷാമയെ ആ സ്വാമിജിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണേ. നമസ്കാരം സ്വാമിജി, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാണല്ലേ ആള്? ആ അതെ, ഇതാ എൻ്റെ ഒരു കൂടപ്പറമ്പാ, ഏഞ്ചൽ മേരി. പെട്ടെന്നുണ്ടായൊരു ഷോക്കിൽ മനസ്സ് തന്നെ കൈവിട്ടുപോയി. ചേച്ചിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എനിക്കെൻ്റെ ചേച്ചിയെ മടക്കി കൊണ്ടുവരണം. ചേച്ചിയുടെ മനസ്സിന് ശാന്തമായൊരു അന്തരീക്ഷവും ഇപ്പം ആവശ്യം. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്താണെങ്കിലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. അന്നേരം സ്വാമിജി പറയുന്നുണ്ട്, അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തരത്തിലുള്ള ചികിത്സയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ മനസ്സിൻ്റെ സമാധാനമാണ് ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. മനസ്സ് കൈവിട്ടുപോയ ഇത്തരം മാനസികാസുഖമുള്ള പേഷ്യൻസിനൊക്കെ പലരും ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ശാന്തമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, അതാണ് ഞങ്ങളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനയും പൂജകളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെയാണ്. ഉന്നതത്തിൽ നിന്ന് വലിയ പ്രഷറുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എടുത്തത്. അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ ഞാൻ കണ്ണും പൂട്ടി ഇവിടെ അഡ്മിഷൻ എടുക്കാറില്ല. പിന്നെ ഈ സ്ത്രീ, ഇവരെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. പക്ഷേ എവിടെയാണെന്നങ്ങ് ഓർമ്മ കിട്ടുന്നില്ല. അന്നേരം ബെഞ്ചമിൻ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെ കാണാനായിട്ട് ഒരു സാധ്യതയില്ല. ചേച്ചി പണ്ട് മുതലേ വീട്ടിൽ നിന്നും അധികം പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഒരു പ്രത്യേകതര സ്വഭാവമായിരുന്നു. ശരി, എന്താണെങ്കിലും മുകളിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞെങ്കിലും ഇവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് ചില വ്യക്തമായ നിബന്ധനകളൊക്കെ ഉണ്ട്. ഏഞ്ചൽ മേരിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും എനിക്കറിയണം. അതിനെന്താ തിരുമേനി, ഞാൻ പറയാമല്ലോ. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിൻ തിരുമേനിയുമായി ഷാമയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഷാമനെ അവിടെ ആക്കിയതിനു ശേഷം ബെഞ്ചമിൻ അവിടെ നിന്നും തിരിച്ചു പോരുവാണ്. അങ്ങനെ പുറത്തെത്തിയ ബെഞ്ചമിൻ ആണെങ്കിൽ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രശേഖരൻ ഫോൺ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് സ്പീക്കറിലിടുവാണ്, സാറേ മരിക്കലുണ്ടാകും. അന്നേരം ബെഞ്ചമിൻ പറയണേ, സാറേ, ഞാനേ നമ്മുടെ പ്രശസ്ത ഗായിക ഷാമേനെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു സന്യാസാശ്രമത്തിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തോടെ അത് ഗായിക ഷാമയല്ല, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗായിക ഷാമ ഇനി ശബ്ദിക്കാൻ പോലും പറ്റാതെ ആ ഒരു സന്യാസാശ്രമത്തിലെ അന്തേവാസിയായിട്ട് ഏഞ്ചൽ മേരി എന്ന് പറഞ്ഞ പുതിയ നാമത്തിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അത് കേട്ടിട്ട് ചന്ദ്രശേഖരനും സാറേയും ചിരിക്കുവാണ്. ഏഞ്ചൽ മേരി കൊള്ളാം, എന്താണെങ്കിലും ആ പേര്. അവിടെ ആർക്കും സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഒരു സംശയമില്ല സാർ. ഈ സമയം സാറ് ചോദിക്കുന്നുണ്ട്, ബെഞ്ചമിൻ, അവിടെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കണം അവിടുത്തെ നിൽപ്പും താമസമൊക്കെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാലുണ്ടല്ലോ, പിന്നീട് ചീട്ടുകൊട്ടാരം തകർന്നത് പോലെയായിരിക്കും എല്ലാം തകർന്നടിയുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം സാറാ. എന്നാൽ ശരി ബെഞ്ചമിൻ, ഞാൻ വിളിച്ചോളാം. അങ്ങനെ പറഞ്ഞ ചന്ദ്രശേഖരൻ കോള് കട്ട് ചെയ്യുവാണ്.
അന്നേരം ചന്ദ്രശേഖരൻ ചിരിച്ചുകൊണ്ട് പറയണേ, എന്നാലും ശ്യാമയ്ക്ക് പുതിയ പേരും വിലാസവും ഒക്കെയായി അല്ലേ? ഏഞ്ചൽ മേരി. എങ്ങനെയുണ്ട് പുതിയ പേര്? അന്നേരം സാറ പറയണേ, ഒരു വേഷം മാറൽ ആവശ്യമാണെന്ന് തോന്നിയതായിരുന്നു. ആ സമയം പേര് കണ്ടുപിടിച്ചത് എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ശ്യാമ ദൈവവിശ്വാസം തന്നെയാണല്ലോ. അവൾക്ക് ഏറ്റവും പറ്റിയ പേര് തന്നെയാണ് ഏഞ്ചൽ മേരി. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, ആ മൃതയെ ഇന്നലെ കൊന്നു കളഞ്ഞല്ലോ. അതേസമയം തന്നെ ശ്യാമയുടെ ജീവനെടുക്കാമെന്നും തോന്നിയതാണ്. പക്ഷെ പിന്നീട് ഞാനൊന്ന് ആലോചിച്ചു, ഇട്ടുമൂടാൻ അത്രയും അധികം സമ്പാദ്യമുള്ള ഇവളെ അങ്ങനെ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞ അതൊരു വെണ്ടത്തരമായി പോവില്ലേ? തൽക്കാലം ഇവളൊന്ന് നോർമലായിട്ട് വരട്ടെ. ശ്യാമ ഒന്ന് നോർമലായി നമ്മുടെ വഴിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവളുടെ കയ്യിലുള്ള സകല സ്വത്തുക്കളും നമുക്ക് നമ്മുടെ പേരിലേക്ക് മാറ്റി എഴുതിക്കൂടെ? എന്നിട്ട് പിന്നെ അവളെ എന്താണെങ്കിലും ചെയ്യാമല്ലോ. എന്താണെങ്കിലും അവൾ ജീവിക്കാനൊന്നും പോകുന്നവളല്ല. അവൾ മരണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവളാണ്. അതിനു മുമ്പ് അവളുടെ പേരിലുള്ള ആ കോടിക്കണക്കിന് സ്വത്ത് നമ്മുടെ പേരിലേക്ക് മാറ്റുന്നതല്ലേ ഏറ്റവും ബുദ്ധി. അല്ലാതെ അവളിപ്പോൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവളുടെ പേരിലുള്ള ആ സ്വത്തുക്കളെല്ലാം ഗവൺമെൻറ്റിൻ്റെ പേരിലേക്ക് പോകും. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കണ്ടല്ലോ. അതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. അന്നേരം സാറ പറയുന്നുണ്ട്, അതെന്താണെങ്കിലും നന്നായി ചന്ദ്രശേഖർ. സത്യം പറയാമല്ലോ, ചന്ദ്രശേഖറിൻ്റെ ഈ ഒരു ഐഡിയ എന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇയാൾ പലപ്പോഴും എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഇത്രയും വലിയ ബുദ്ധിമതിയായ തൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ട സാറാ. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ചന്ദ്രശേഖർ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ രാധിക മ്യൂസിക് ക്ലാസ്സിൽ പഠിക്കാൻ വന്ന 3-4 കുട്ടികളുടെ ഒപ്പം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് രാധികയാണെങ്കിൽ അമ്മയുടെ കാര്യം ഓർത്ത് പൊട്ടിക്കരയുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് സങ്കടമാകണേ. എന്തോ ഒരു ടീച്ചറെ, എന്താ വിഷമിക്കുന്നത്? അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ? ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, മക്കൾക്കെല്ലാവർക്കും മക്കളുടെ അമ്മമാർ ഒത്തിരി ഇഷ്ടമല്ലേ? നമ്മളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മമാർ തന്നെയായിരിക്കും. അവരോട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വഴക്കിട്ടാലും മിണ്ടാതിരുന്നാലും ഒക്കെ നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ അവർ നമ്മൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പിന്നാലെ നടക്കാനായിരിക്കും അവരുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും മധുരമായ വാക്ക അമ്മ എന്നുള്ളത്. നിങ്ങളൊരിക്കലും അമ്മമാരോട് പിണങ്ങരുത് കേട്ടോ. നമ്മൾ അമ്മയോട് പിണങ്ങിയാലും നമ്മൾ ഭക്ഷണം കഴിക്കും, ഉറങ്ങും. എന്ന അമ്മമാരങ്ങനെയല്ല. അവർക്ക് ഒരു ഒറ്റ പോലും ഇറങ്ങില്ല. നമ്മളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവരൊരിക്കലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അവർ നമ്മളെ ശപിക്കുകയില്ല. എന്നും നമ്മുടെ നല്ലതിന് വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളൂ. അമ്മമാരോട് എപ്പോഴും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. അവരെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികൾ വേണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ. അമ്മമാരോട് മാത്രമല്ല കേട്ടോ, അച്ഛന്മാരോടും അങ്ങനെ തന്നെ വേണം. അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ചിരി പടർത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കടമയിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ. നിങ്ങളെല്ലാവരും അച്ഛനമ്മയെ സ്നേഹിക്കില്ലേ? സ്നേഹിക്കും ടീച്ചറെ. അങ്ങനെയാണെങ്കിലേ ടീച്ചർ പഠിപ്പിച്ച ഈ പാട്ടുണ്ടല്ലോ, അത് അവർക്ക് പാടിക്കൊടുക്കണം. അവരുടെ മുഖത്ത് അപ്പോൾ ഒരു സന്തോഷം തോന്നും. ഈ പാട്ട് ഞാൻ നല്ലപോലെ പഠിപ്പിച്ച് തരാം കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ ആ സന്യാസാശ്രമത്തിൽ രാത്രി കിടന്നുറങ്ങുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമയുടെ മനസ്സിലാണെങ്കിൽ അമൃതക്കൊപ്പമുള്ള അവസാനത്തെ നിമിഷങ്ങളും അമൃതയും ശ്യാമയും കൂടി ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നതും പിന്നീട് അവരെ ചന്ദ്രശേഖരനും ബെഞ്ചമിൻ്റെ ആളുകളും കൂടി പിടിച്ച് തൻ്റെ കൺമുമ്പിൽ വെച്ച് ചന്ദ്രശേഖർ അമൃതയുടെ കഴുത്തറുത്തതും ആ കാര്യങ്ങളെല്ലാം ഓർക്കുവാണ്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് തന്നെ ശ്യാമ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുക. അമൃതേ എന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ് കേട്ടോ. ഈ സമയം അടുത്ത റൂമിലെ 2-3 പേരും അവിടുത്തെ സന്യാസിമാരും സ്റ്റാഫും ഒക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയത്? അത് എൻ്റെ കൂടെ വന്ന അമൃത എവിടെ? അമൃതയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? അവളെ വിളിക്ക്, എനിക്ക് കാണണം. എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഈ സമയം അവിടുത്തെ മറ്റൊരു സ്ത്രീയും വരുന്നുണ്ട്. എന്താ പറ്റിയത്? എന്തോ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. പുതിയ ആളല്ലേ, ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എന്താണെങ്കിലും ശരി, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. എന്താണെങ്കിലും ആദ്യത്തെ ദിവസമല്ലേ, ഇയാളും കൂടി ഇവർക്കൊപ്പം ഇവിടെ കിടന്നേക്കും. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയോട് ആ ഒരു സ്ത്രീ കിടന്നോളാൻ പറയുവാണ്. അങ്ങനെ ശ്യാമയാണെങ്കിൽ അമൃത വരുമ്പോൾ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ചുരുണ്ടുകൂടി കിടക്കുവാണ്. ശ്യാമയുടെ അവസ്ഥയൊക്കെ കണ്ട് ദയനീയമായിട്ട് നോക്കുവാണ് കേട്ടോ ആ ഒരു സ്റ്റാഫ്. പിന്നീട് കാണിക്കുന്നത് ഒരമ്പലത്തിലെത്തുന്ന പ്രിയങ്കേനെയും മുത്തശ്ശീനെയാണ്. അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി കാറിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, എത്ര ദിവസമായി മുത്തശ്ശി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, ഇപ്പോൾ പുറം ലോകമൊക്കെ ഒന്ന് കാണുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, നീയല്ലേ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത്? അല്ലെങ്കിൽ തന്നെ ഒടിഞ്ഞ കൈ വെച്ച് പുറത്തിറങ്ങാൻ എനിക്ക് വയ്യെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്?
അത് ശരിയാ, ഒടിഞ്ഞ കൈ കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല. ആ, പിന്നെ ഇപ്പോൾ കൈ ഒടിഞ്ഞിരിക്കുന്നത് ഒരു വലിയ സെലിബ്രിറ്റിയുടേതല്ലേ? സെലിബ്രിറ്റികൾക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും മീഡിയയിലൊക്കെ അത് വലിയ വാർത്തയാണ്. അന്നേരം പ്രിയങ്ക പറയണേ, നമ്മളിപ്പോൾ പതിയെ പതിയെ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ മുത്തശ്ശി. നമ്മുടെ ഈ സിനിമ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അതിനുശേഷം നമുക്കിതുപോലെ പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീഡിയയിലൊക്കെ കൊടുക്കാമെന്ന്. അതൊക്കെ പിന്നീട് എല്ലാവരും ചർച്ച ചെയ്യുന്ന വലിയ വാർത്തകളായിട്ട് മാറും. എന്നാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയണം. ഒന്നാമത് ഇത്രയും ദിവസം ഷൂട്ടിംഗ് മുടങ്ങിക്കിടന്നതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കണക്ക് അവർ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പം നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ഇനി അധികം നാളൊന്നും നീട്ടിവെക്കാൻ പറ്റില്ല. പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടിംഗ് ഒക്കെ തീർക്കണം. അല്ലെങ്കിൽ തന്നെ ആ നാശം പിടിച്ച രാധികയെ കണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൾ തന്നെയാണ്. ഇപ്പം തന്നെ എൻ്റെ കൈയൊടിയാൻ കാരണം ഇതും അവൾ തന്നെയല്ലേ? അങ്ങനെയുള്ള അവൾക്ക് ഒരു പണി കൊടുത്തേ മതിയാകുള്ളൂ മുത്തശ്ശി. ഇത്രയും ദിവസം അവൾ എന്നെ കിടത്തിയതല്ലേ? അതിന് ഞാൻ കിടന്നതിൻ്റെ 10 ദിവസം കൂടുതലെങ്കിലും അവളെ കിടക്കണം. അവളും ആ വേദന അനുഭവിക്കണം. ഇവിടുത്തെ തിരുമേനിയോട് നമുക്കൊന്ന് ചോദിക്കാം. എന്തെങ്കിലും മന്ത്രവാദോ കൂടോത്രോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അവൾ അതുപോലെ ഒന്ന് കിടത്തിക്കളയണം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെയുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കൂടി ഏതെങ്കിലും മന്ത്രവാദിയെ ചെന്ന് കാണണം. കൂടോത്രം വശമുള്ളവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മാർഗം. നമുക്ക് നമ്മുടെ ലൊക്കേഷനിലുള്ള ആ മാനേജറോട് തന്നെ ചോദിക്കാം. അയാൾക്ക് ഈ വക കാര്യങ്ങളിലേക്ക് നല്ല അറിവുണ്ട്. അത് ശരിയാ മുത്തശ്ശി, നമുക്ക് നാളെ ആ വഴിക്കൊന്ന് നീങ്ങാം. എന്തെങ്കിലും ഒരു പണി അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. മുത്തശ്ശിവാ. അങ്ങനെ പറഞ്ഞ് അവർ അമ്പലത്തിലേക്ക് നടക്കുവാണ് കേട്ടോ. പെട്ടെന്ന് സാരി തട്ടി പ്രിയങ്ക അവിടെ നിലത്ത് കൈമുട്ടിടിച്ച് വീഴുവാണ്. അങ്ങനെ നേരത്തെ ഒളുക്കിയ അതേ കൈയുണ്ടല്ലോ, അതിന് വീണ്ടും പണി കിട്ടുവാണ് കേട്ടോ. ഈ സമയം ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. അയ്യോ, എന്താ പറ്റിയത്? കാല് വഴുതി ഞാൻ വീണ്ടുന്ന മുത്തശ്ശി. വേദന സഹിക്കാനേ പറ്റുന്നില്ല. കൈ എനിക്ക് അനക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. ഒടിഞ്ഞ കൈ തന്നെയാണല്ലോ വീണ്ടും പരിക്ക് വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? വേഗം വാ, നീ വന്ന് വണ്ടി കയറും. അങ്ങനെ പ്രിയങ്കേനെയും കുട്ടി മുത്തശ്ശി കാറിൻ്റെ അരികിലേക്ക് തന്നെ പോകുവാണ്. എന്നിട്ട് പ്രിയങ്കയെ കാറിലേക്ക് കയറ്റുക. ഈ സമയം മുത്തശ്ശിയും കാറിൽ കയറുന്നുണ്ട്. എന്നിട്ട് പറയണേ, ആ നാശം പിടിച്ചവളുടെ പേര് പറഞ്ഞ പ്രശ്നമാണല്ലോ. അവൾ അത്ര വലിയൊരു ഷാബ് പോയിട്ട് തലക്ക് മുകളിൽ നിൽക്കുവാണ്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കേനെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു സ്ത്രീനെയാണ് കേട്ടോ. ആ സ്ത്രീ കയ്യിലൊരു ബാഗൊക്കെ പിടിച്ച് എന്തോ ഒരു തളർച്ചയോടെ വഴിയിലൂടെ നടന്നു വരുമായിരിക്കും. അങ്ങനെ വഴിയിലൂടെ കുറച്ച് ദൂരം മുമ്പോട്ട് നടക്കുമ്പോഴുന്നതും അവർ പെട്ടെന്ന് അവിടെ തലയിറങ്ങി വീഴുന്നുണ്ട്. ഈ സമയം അവിടെ തൊഴിലുറപ്പിൻ്റെ സ്ത്രീകളൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ അവരൊക്കെ ആ ഒരു സ്ത്രീ തലയിറങ്ങി വീണതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇതേ സമയം പൊതിച്ചോറ് ഡെലിവറി ചെയ്യാൻ പോയ രാധികയും ഈ കാഴ്ച കണ്ട് വണ്ടി നിർത്തി ആ ഒരു സ്ത്രീയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു സ്ത്രീ തലയിറങ്ങി വീണത് രാധിക കണ്ടല്ലോ. അങ്ങനെ രാധികയും അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഈ സ്ത്രീ ചന്ദ്രശേഖരനും സാറയും അയച്ച ആളാകാനാണ് സാധ്യത. രാധികയുടെ മനസ്സിലിടം പിടിച്ച് രാധികയോടൊപ്പം ആറ്റുവാശ്ശേരി സദ്യയുടെ ഭാഗമായിട്ട് ആ സദ്യ പൂട്ടിക്കാനുള്ള എന്തെങ്കിലും പണിയൊപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഇവൾ ഇറക്കിയിരിക്കുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ആശ്രമം ഉണ്ടോ. അവിടെ ശ്യാമയാണെങ്കിൽ ആ സന്യാസിനിമാരൊക്കെ ഇടുന്ന അതേപോലത്തെ ഒരു വസ്ത്രമൊക്കെ ധരിച്ചിട്ടുമാണ്. എന്നിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരിക്കും. അന്നേരം അവിടുത്തെ ആ ഒരു വാർഡൻ പോലെയുള്ള സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ശ്യാമയെ തടയുക. അതെ, എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുറത്തേക്കോ? പുറത്തേക്ക് എവിടേക്കാ? ആരെ കാണാൻ പോകുക? അതറിയില്ല, ആരോ കാത്തിരിപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. പക്ഷേ ആ കാത്തിരിക്കുന്ന ആളുടെ അരികെ എനിക്ക് പോകാം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. അവിടെ ചെന്നിരിക്കൂ. ഇല്ല, ഇപ്പോൾ എങ്ങോട്ടോ പോകണം എനിക്ക്. അവർ കാത്തിരിക്കുന്ന ആളാ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പിച്ചുമ്പേയുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സീനും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്